ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ തന്നെ മരുന്നിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആവശ്യമില്ലാതെ മരുന്ന് കഴിച്ചാണ് ഒരു വലിയ തലമുറ രോഗത്തിലേക്ക് പോകുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആവശ്യമില്ലാതെ അല്ലല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. നമ്മൾ മരുന്നിന് അവിടെ പറയുമ്പോൾ എനിക്കൊരു തർക്കമുണ്ട്. അതായത് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഉദാഹരണമായിട്ട് പറയാം, ഇത് ആരെയും വേദനിപ്പിക്കാൻ ആരുടെ ശത്രുതയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല. നിമിസുലേഡ് എന്ന് പറഞ്ഞ മരുന്ന് കഴിഞ്ഞ 30 വർഷമായി ഭാരതത്തിൽ വളരെയധികം വിറ്റുവരുന്ന ഒരു പെയിൻ കില്ലറാണത്. നിമിസുലേഡ് പെയിൻ കില്ലർ കഴിച്ചിരിക്കുന്നതായ ആൾക്കാർക്ക് 30 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വളരെ കൂടുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണമാണെന്ന് പലതരം ശാസ്ത്രശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. നിമിസുലേഡ് എന്ന് പറഞ്ഞ മരുന്നുകൾ മിക്കവാറും ഉള്ള രാജ്യങ്ങളിൽ പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ്. ഇന്ത്യയിലും അത് നല്ലൊരു ശതമാനം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രൊഹിബിറ്റ് ചെയ്ത അനേകം മരുന്നുകൾ വിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഹിബിറ്റ് ചെയ്തായ മരുന്നുകൾ മാത്രയുമല്ല, നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ നിന്നുകൊണ്ട് ആര് പോയിട്ടും എന്ത് മരുന്ന് ചോദിച്ചാലും എടുത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായി. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ മരുന്നുകളുടെയും ഏത് മരുന്നുകൾക്കും പ്രവർത്തനത്തിനോടൊപ്പം അതിൻ്റെ ഇഫക്റ്റിനോടൊപ്പം ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ആ സൈഡ് എഫക്റ്റ് എന്താണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടാനുള്ളതായ ധാർമ്മികമായ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുമുണ്ട്. പക്ഷെ അതില്ലാത്ത രാജ്യമാണ് നമ്മുടെ. എന്തിനും എന്ത് മരുന്ന് മേടിച്ച് കഴിക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പോയി. ഏത് ആശുപത്രി ചെന്നാലും ഏതൊരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നാലും ഇന്നൊരു 10,000-3,000 രൂപ മരുന്ന് വെറുതെ ഇരിപ്പുണ്ടാവും. കാരണം അത് ഉപയോഗമില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. പക്ഷെ മേടിച്ചപ്പോൾ ഉപയോഗമില്ല എന്ന് അറിയില്ലായിരുന്നു. അപ്പം അതുമൂലമുള്ളതായ മാനസിക സമ്മർദ്ദം നമുക്ക് നല്ലോണമുണ്ട്. ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് എന്ത് വേണം? നമ്മൾക്ക് ഒരു ആരോഗ്യമുള്ള ശരീരം കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ 100% ഒരു വെൽനസ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് 2 വർഷത്തിലൊരിക്കലെങ്കിലും ആവശ്യമാണ്. അപ്പോൾ ഈ വെൽനസ് ട്രീറ്റ്മെൻറ്റ്, ഈ ആയുർവേദ മസാജുകൾക്ക് ആളുകൾ പോകുന്നത് എല്ലാ വർഷവും കർക്കിടകത്തിൽ പോയി തിരുമുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വെൽനസ് അപ്രോച്ചും ഈ ആയുർവേദിക് അപ്രോച്ചും അല്ലെങ്കിൽ വെൽനസ് ക്ലിനിക്കും ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വെൽനസ് ക്ലിനിക്, ആയുർവേദം എന്ന് പറയുന്നതായ ഒരു ചികിത്സാ സമ്പ്രദായം ഭാരതത്തിൻ്റെ ഒരു ട്രഡീഷനാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ സ്വന്തമല്ല ആയുർവേദം എന്നത്. കാരണം വെച്ചാൽ ആയുർവേദിക് മരുന്നുകളുടെ ആയുർവേദ മരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹെർബുകളുടെ നല്ലൊരു ശതമാനം ഭാരതത്തിൽ ലഭ്യമേ അല്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് പോലും അത്. അപ്പം നമ്മുടെ സ്വന്തമല്ലല്ലോ അത്. ആയുർവേദ സെൻ്ററുകളും പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ചികിത്സാ സംവിധാനങ്ങളാണ്. ഈ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ചികിത്സാ സംവിധാനങ്ങളിൽ വലിയൊരു പ്രധാനമാണ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ബോഡി മസാജ്. ഈ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ബോഡി മസാജ് മാത്രമാണ് ഞങ്ങളുടെ സെൻറ്റർ ചെയ്യുന്നുള്ളൂ. ഒരു ആയുർവേദ മരുന്നുകൾ ഞങ്ങൾ കൊടുക്കുന്നില്ല. മരുന്നുകൾ എന്നും രോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ. ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ളതായ ആയുർവേദിക് മസാജ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹെർബൽ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ളതായ ബോഡി മസാജാണ്. അപ്പോൾ നമ്മുടെ മെസോ ലെയറിൽ നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ മെസോ ലെയറിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവും. എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന തെറാപ്പികൾ എന്താണെങ്കിലും എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്ത് കൊടുത്താലും മെസോ ലെയർ വരെയാണ് നമുക്കൊരു സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നുള്ളൂ. ആ സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത എക്യുപ്മെൻറ്റുകളും അടുത്ത തെറാപ്പികളും കൊടുത്ത് ഇൻറ്റേർണൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുമ്പോൾ കംഫർട്ട് ലെവൽ ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ തിരുമുക, അതായത് ഈ മുഴുവൻ ശരീരം ഉടച്ച് പിന്നെ ചേർക്കുക എന്നൊക്കെ ആയുർവേദത്തിൽ പറയുമല്ലോ. അപ്പം നിങ്ങളുടെ എക്യുപ്മെൻറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബാക്ക് പെയിനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവിടെ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സയുടെ പ്രൊസീജിയർ എങ്ങനെയാണ്? സഞ്ജീവനി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു 7 സെഗ്മെൻറ്റ് ഓഫ് സൊല്യൂഷനാണ്. ഈ 7 സെഗ്മെൻറ്റ് ഓഫ് സൊല്യൂഷൻസിൽ വരുന്നതാണ് ആയുർ തെറാപ്പി, സ്പോർട്സ് മെഡിസിൻ. ഈ സ്പോർട്സ് മെഡിസിൻ ഞാനിപ്പോൾ ലോ ബാക്ക് പെയിൻ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്പോർട്സ് മെഡിസിൻ്റെ ഒരു ഉപവിഭാഗത്തിൽ വരുന്നതാണ് ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത്. ഈ ബയോമെക്കാനിക്സ് ഗേറ്റ് ലാബിലാണ് നമ്മൾ ഒരാളുടെ പോസ്ചർ അനലൈസ് ചെയ്യുന്നത്. ഈ പോസ്ചർ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ 365 ഡിഗ്രിയിലായിരിക്കും ഒരു ഗേറ്റ് ലാബിലെ ക്യാമറാസ് എല്ലാം ഉണ്ടാകുക. ഈ ക്യാമറാസ് എല്ലാം ഓരോ മസിൽസിനെ ആയിരിക്കും ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക. അപ്പം ഇതിൻ്റെ ആ ഒരു അനലൈസിങ് പ്രൊസീജിയേഴ്സിൽ കൂടി കടന്നു പോകുമ്പോൾ അവരുടെ ഏത് പർട്ടിക്കുലർ പോർഷനിലെ മസിൽസാണ് വീക്കായിട്ടുള്ളത്, അവരുടെ ഗേറ്റിൽ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ആണോ ഉള്ളത്, ഇതിനെയെല്ലാം നമ്മൾ അനലൈസ് ചെയ്യും. ഇതിനെയെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഹൈ പെർഫോമൻസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി അവിടെയുണ്ട്. അവിടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ചെയ്യുന്നത് ഇതെല്ലാം സ്പോർട്സ് മെഡിസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതേപോലെ ലോ ബാക്ക് പെയിന് ചെയ്യുന്നതാണ്. നമ്മൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പം ഈ ലോ ബാക്ക് പെയിനിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒബീസിറ്റി വലിയൊരു റീസണാണ്. ഒബീസിറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ പോസ്ചറിൽ കറക്ഷൻസ് വരുമല്ലോ. അതായത് പോസ്ചർ ഇംബാലൻസ്, നമുക്ക് അബ്ഡോമൻ വന്നിട്ട് നല്ല ഫാറ്റി അബ്ഡോമൻ ആണെങ്കിൽ പോലും നമ്മുടെ ബാക്കിലുള്ള മസിൽസിനും അതിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഇതിനെയെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു ലോ ബാക്ക് പെയിൻ എന്നുള്ള കേസിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് പ്രിപ്പയർ ചെയ്ത് വരുന്നത്.
ഡോക്ടർ ഇപ്പം പറഞ്ഞപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം സ്പോർട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു അത്രയും വലിയ സ്പോർട്സിന് ആളുകൾ വരുന്ന അങ്ങനത്തെ ഒരു നാടാണോ നമ്മൾ? അത്രയധികം ആളുകൾ വരുന്നുണ്ടോ ട്രീറ്റ്മെൻറ്റിന്? ഇല്ല, ഞങ്ങൾ സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞങ്ങൾ ആദ്യം സ്പോർട്സിനെ മാത്രം ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ സ്പോർട്സ് എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നവർ അതിനെ കൊമേഴ്സായിട്ടും സ്പോർട്സിലേക്ക് വരുന്നവൻ ഒരു ജോലി സാധ്യതയും കണക്കാക്കിയിട്ടാണ് വരുന്നത്. ഇത് രണ്ടുമുള്ള സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ പതുക്കെയായി പോകും. വളരെ മുന്നിലേക്ക് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ സ്പോർട്സ് എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് ആണെന്ന് മനസ്സിലാക്കണം. സ്പോർട്സ് ഈസ് എൻ എഞ്ചിനീയറിംഗ്, സ്പോർട്സ് ഈസ് എ ബിസിനസ്, സ്പോർട്സ് ഈസ് എ സയൻസ് ആൻഡ് സ്പോർട്സ് ഈസ് ഓൾസോ എ കൊമേഴ്സ്. ഈ കൺസെപ്റ്റിലേക്കല്ല സ്പോർട്സ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യണത്. ഇവിടെ സ്പോർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കായിക മേഖല എന്നതല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ സ്പോർട്സിന്റെ ഇപ്പം നമ്മുടെ നാട്ടിൽ കളിയിൽ പരാജയപ്പെട്ടവര് കളിക്കേണ്ടവരെ പരിശീലിപ്പിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നാട്. കളിയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആളെ വിളിച്ചുകൊണ്ട് ഉടനെ കോച്ചിങ് ആക്കുക എന്നുള്ളതാണ്. ആ നാടാണ് നമ്മുടെ. അപ്പോൾ ആ നാട്ടിൽ നമ്മൾ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല. കളിയിൽ പരാജയപ്പെട്ട് റിട്ടയർ ചെയ്യാന്നുള്ളതാണ്. കോച്ചിങ് കൊടുക്കുന്നതായ ആൾ സ്പോർട്സ് കോച്ചസ് ആയിരിക്കണം. അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ച ആൾക്കാർ സ്പോർട്സിനെ കോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യില്ല, അവർ മാത്രമേ ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിന് സ്പോർട്സ് സയൻസിൻ്റെതായ ഒരു കുറവാണ് ഇവിടെ കാണുന്നത്. ആ സ്പോർട്സ് സയൻസ് നമ്മൾ കൺവിൻസ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സിലുള്ളതായ ആളുകൾ എങ്ങനെയാണോ ആരോഗ്യത്തിനെ നിലനിർത്തേണ്ടത് അത് സമൂഹത്തിലുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിന് അങ്ങനെ നിലനിർത്തണം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അതിനെ വെൽനസ് കൺവേർട്ട് ആക്കിയത്. ഈ വെൽനസ് എന്ന് പറഞ്ഞ സംഗതിയിലൂടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ജനതയാണ്. ആ ആരോഗ്യമുള്ള ജനത കെട്ടിപ്പടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ പരിപൂർണമായിട്ട് പ്രവർത്തന സജ്ജമായിരിക്കണം. ഇന്ന് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്നാണ് ലീവ് എടുക്കാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. എനിക്ക് ലീവ് എടുക്കുന്ന ദിവസവും ശമ്പളം കിട്ടുന്ന ദിവസവും മാത്രം നോക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ജോലിയെടുത്ത് രാജ്യത്തിനെ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത ഉണ്ടാവണം. അതിൽ അഭിമാനം കൊള്ളുന്ന ജനത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് പോകുമ്പോൾ 2 കിലോ സ്ട്രെസ്സായിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ 10 കിലോ സ്ട്രെസ്സായിട്ടാണ് പോണത്. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, അതൊരു സ്ട്രെസ്സായിട്ട് മാറുന്നു. ഒരു വ്യക്തി കുറേ നാൾ ടെൻഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ അത് പിന്നീട് സ്ട്രെസ്സായിട്ട് മാറും. സ്ട്രെസ്സ് കുറേ നാൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഡിസീസായിട്ട് മാറും. ഡിസീസ് ആകുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകും. നമ്മൾ സ്ട്രെസ്സും ടെൻഷനും കൈകാര്യം ചെയ്യും. ഈ സ്ട്രെസ്സും ടെൻഷനും എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിന് നമുക്ക് ആരോഗ്യമുള്ള ശരീരം വേണം. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലാണ് സ്ട്രെസ്സും വിഷയമല്ല, ടെൻഷനും വിഷയമല്ല. ഇത് ആരോഗ്യമില്ലാത്ത ശരീരമാകുമ്പോൾ സ്ട്രെസ്സും ടെൻഷനും കൺവേർട്ട് ഇൻ ടു ഡിസീസ്. ഈ സമൂഹത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ ഇതിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് സഞ്ജീവനിയുടെ പ്രഥമ ലക്ഷ്യം. അതിനൊരു സമൂഹത്തിനെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഈ സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറയുമ്പോൾ ഏത് ഏജ് തൊട്ടുള്ള ആളുകളാണ് അവിടെ സഞ്ജീവനിയിൽ വരാൻ സാധിക്കുക? ഈ വെൽനസ് എന്ന് പറയുന്നത് ഏതൊരു ഏജിൽ തുടങ്ങണം ഡോക്ടർ? ഒരു വ്യക്തി അവൻ സ്വന്തം ജോലി എന്ന് പ്രവേശിച്ചു തുടങ്ങുന്നു അന്നു മുതൽ അവൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ലൈഫ് എൻഡ് വരെയുള്ള ആൾക്കാർക്കാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അവൻ എപ്പോഴാണ് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്? ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവന് സ്ട്രെസ്സും ടെൻഷനും സ്റ്റാർട്ട് ചെയ്യണത്. ആ സമയം തൊട്ടേ അവൻ്റെ വെൽനസ് വേണം. ആ വെൽനസ് വൺസ് ഇൻ 2 ഇയേഴ്സ് ഈ അരമണിക്കൂർ വെച്ച് ഡെയിലി സേവ് ചെയ്യുമ്പോൾ വൺസ് ഇൻ 2 ഇയേഴ്സിൽ നമുക്ക് 15 ഡേയ്സ് കിട്ടും. എവറി 2 ഇയറിൽ നമ്മുടെ ബോഡിയുടെ വെൽനസ് ആസ്പെക്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യണം.